ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ സൺഡേ ആണ്. വർക്ക്ഷോപ്പിൽ ലീവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വണ്ടികൾ നമുക്ക് 5 വണ്ടിയോളം നാളേക്കും മറ്റന്നാളത്തേക്കുമായിട്ടായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞു, ഫിനിഷിംഗ് സ്റ്റേജാണ്. നമുക്ക് പോളിഷ് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ അക്സസറീസ് വർക്കും കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 3 കോളീസും അതുപോലെ 2 ഇന്നോവയാണ് നമുക്ക് ഡെലിവറി ആക്കാനുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും വർക്ക് ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ചെറിയ ചെറിയ ഇലക്ട്രിക് വർക്കും അതുപോലെ തന്നെ നമുക്ക് പോളിഷുമാണ് ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യണവരും ഇലക്ട്രിക് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ തൊട്ട് എല്ലാ ഭാഗവും നമ്മളിപ്പോൾ റീസ്റ്റോറേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ അഴിച്ച് റീഫിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ പഴയ വയറിങ്ങാണല്ലോ, എവിടെയെങ്കിലും കട്ടാവുക പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇലക്ട്രിക് വർക്ക്. അതുപോലെ തന്നെ അക്സസറീസ് വർക്കും. ഇപ്പോൾ ഈ കോളേജിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി. എല്ലാത്തിൻ്റെയും തനി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഒന്നിൻ്റെയും കാര്യങ്ങൾ പറയുന്നില്ല. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെലിവറി ടൈമിൽ കാര്യങ്ങൾ പക്കയായിട്ട് പറയാം. ഇതിപ്പോൾ പോളിഷ് ഫിനിഷിംഗ് ആയി, വാട്ടർ വാഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫൈനൽ. പിന്നെ നമുക്ക് ബോഡി പോളിഷാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത്. ബോഡി പോളിഷ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ടൂണിലാണ് വരുന്നത്. എല്ലാ വണ്ടിയും ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ പാത്തുവിൻ്റെ ആ വണ്ടിയുടെ ഒരു സെയിം സിറ്റുവേഷനിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അലോവീലിൻ്റെ കപ്പും അലോവീൽ ഒന്ന് ടച്ചപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ ഫുൾ പോളിഷ് എല്ലാത്തിലും നമ്മൾ ഇതിൻ്റെ ഫൈലെക്സിൻ്റെ മിററാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് ഡെലിവറിക്കുള്ള വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതൊരു ഇന്നോവയാണ്. ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ വന്നതാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് പോളിഷിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ. അതുപോലെ തന്നെ അക്സസറീസ് ഒരുപാട് വർക്കുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ നേരത്തെ ഒരു ഇന്നോവയുടെ വർക്ക് കാണിച്ചു തന്നല്ലോ, പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു വീഡിയോ. ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നുള്ള ആ ഒരു വണ്ടിയുടെയാണ്. ഇനിയിപ്പോൾ ഇതിൽ അണ്ടർ കോട്ട് അടിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രീമിയമിൻ്റെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വണ്ടിയും ഒരുമിച്ച് തന്നെയാണ് പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോളിഷാണ് നമ്മൾ ചെയ്യുന്നത്. എന്നതല്ല അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ഗ്ലാസ് ഫിനിഷിങ്ങും അതിനകത്ത് വരുള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഇപ്പുറത്തെ ഡോറ് പോളിഷ് അടിച്ചതാണ്, അപ്പുറത്തെ അടിക്കാനുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു ഗ്ലാസ് ഫിനിഷ് കറക്റ്റായിട്ട് കിട്ടും. പോളിഷും കൂടെ കഴിയുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരുപാട് ഫിറ്റിങ്സിൻ്റെ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഇന്ന് തന്നെ ഇത് മൊത്തം അവസാനിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു പോളിഷാണ് ഇത്. ഇതിൻ്റെയും വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ലൈറ്റുകൾ, അതുപോലെ തന്നെ വീൽ കപ്പുകൾ, ചെറിയ വർക്കുകളുള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും നമ്പർ പ്ലേറ്റിൻ്റെ കാണിച്ച് നമ്മൾ മാറുന്നുണ്ട്. ഇതിൻ്റെയും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഇതും RS ആണ് വണ്ടി. 2 വണ്ടി RS തന്നെയാണ്. നേരത്തെ കണ്ടത് ഈ വണ്ടിയും RS തന്നെയാണ്. പിന്നെ ഇതിൽ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമർ തന്നെ എല്ലാം നോക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്പീക്കർ സിസ്റ്റമൊന്നും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഡോർ പാഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു ഈ ഒരു കോഫി കളറിലാണ് സീറ്റിൻ്റെ കളർ വരുന്നത്. അതേ ടൂണിലേക്ക് തന്നെ നമ്മൾ എല്ലാ ഡോർ പാഡും എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് വർക്കുണ്ട്. ഉള്ളിൽ കുറച്ച് ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോർ സ്വിച്ച്, വൈപ്പറിൻ്റെ മറ്റേ പവർ വിൻഡോൻ്റെ സ്വിച്ച്, അതൊക്കെ ഒന്ന് നമുക്ക് ബ്ലാക്കിഷ് ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇതിന് അലോയ് വീലൊന്നുമില്ല കേട്ടോ. ഈ ടയർ തന്നെയാണ്. ഇത് തന്നെയാണ് അവർ കസ്റ്റമർ പിന്നീട് അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇതിന് ഇനി ഇപ്പോൾ നമുക്ക് ലിപ്പ് സെറ്റ് ചെയ്യാനുണ്ട് ബാക്ക്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ലിപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. നമുക്കിതിൻ്റെ ഫുഡ് സ്റ്റെപ്പിൻ്റെ അടിയിൽ ക്രോമും നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ ഫുള്ള് കഴിഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഇതിന് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കൊടുത്താണ്. ഫ്രണ്ടിലും ബാക്കിലും രണ്ടിലും മറ്റേ എന്താ പറയുക സെൻസർ. പിന്നെ അതുപോലെ സ്റ്റീരിയോ സിസ്റ്റമൊക്കെ കസ്റ്റമർ തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. അത് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ടിന്നിൻ്റെയാണ്. നമുക്ക് ഈ സിംഗിൾ ടിൻ ആയതുകൊണ്ട് നമുക്ക് ഗിയർ ലിവർ നല്ലോണം ബെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ ആൻഡ്രോയിഡ് പിടിപ്പിക്കുന്ന മാതിരിയല്ല, നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോട്ടിച്ച് എല്ലാ വണ്ടിയും ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. പിന്നെ ഇവിടെ ഒരു കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത് FS ആണ്. ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലെത്തി. ഇനിയിപ്പോൾ ബാക്കിൽ ലിപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒരേ ടൂണാണ് കേട്ടോ. നമുക്ക് വണ്ടികളെല്ലാം കൂടെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടി നമ്പർ നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുണ്ട് സ്കേർട്ട് ലിപ്പ് കാര്യങ്ങളൊക്കെ. ഈ കിടക്കുന്നതാണ് സ്കേർട്ട് ലിപ്പ്. അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു
ഗ്രേ കളർ പെയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ അലോയ് വീല് ടയർ നമുക്ക് മാറാനുണ്ട്, അത് മാറ്റിയിട്ടില്ല, സാധനം എത്തുന്നുള്ളൂ. എന്തായാലും ഫൈനൽ സ്റ്റേജിലേക്ക് വർക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോണിയുടെ ഓവൽ സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ റോക്കോണിൻ്റെ 6 ഇഞ്ച് സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നേരത്തെ ഹെഡ്ലൈറ്റ് യുണോമിൻ്റിൻ്റെ ആണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ലൈറ്റും നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റും കുഴപ്പമില്ലാത്ത സീറ്റായതുകൊണ്ട് നമ്മൾ സീറ്റ് ചെയ്തിട്ടില്ല. സീറ്റിൻ്റെ കളർ ടോണിലേക്ക് നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല്, ഫ്ലാഷ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ മാറ്റുന്നുണ്ട്. ഇതിലധികം നമുക്ക് ഫുൾ പെയിൻ്റ് ഇല്ല ഇതിനകത്ത്. നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കളർ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. സിൽവറും പിന്നെ അതുപോലെ തന്നെ ചെറിയ ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ബൊളീറോയുടെ മിററാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലേക്കാണ് വരുന്നത്. പിന്നെ ഗ്രില്ല് അവർ നേരത്തെ സിൽവർ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമറും ഓക്കെ അത് തന്നെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. പിന്നെ എല്ലാ ഹെഡ്ലൈറ്റിലും നമ്മൾ ഈ കാണുന്ന 3 വണ്ടിയിലും ഹെഡ്ലൈറ്റിൽ നമ്മൾ DRL സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. രാത്രിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കീ ഓൺ ആക്കിയാൽ തന്നെ അത് വർക്ക് ചെയ്യും. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വർക്ക് ചെയ്യും. അങ്ങനെയുള്ള നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഈ പുറമേ കൊടുക്കുന്നതിനേക്കാളും കാണാൻ വൃത്തി ഉള്ളിൽ കൊടുക്കുന്നതാണ്. പക്ഷേ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഇളക്കിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ DRL ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വലിയ മഴ കാര്യങ്ങൾ വരുമ്പോൾ മേ ബി കേട്ടോ, ഉറപ്പ് പറയില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ അങ്ങനെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ഫോഗ് ലംബാണ് നമ്മൾ എല്ലാ വണ്ടിയിലും നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ലേ, ഈ ഒരു ടൈപ്പ് എല്ലാത്തിലും. ഇതിൽ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളൂ, ഇനി ഒരെണ്ണം സെറ്റ് ചെയ്യണം. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയറിങ്ങിൻ്റെ പണി തന്നെ, ഇലക്ട്രിക് വർക്ക് തന്നെ നല്ലോണം വർക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ എല്ലാ വണ്ടിയുടെ എഞ്ചിൻ റൂം അടിക്കണം കേട്ടോ, ഏതിൻ്റെ അടിച്ചിട്ടില്ല. എല്ലാ വയറിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആക്കിയിട്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ മാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. എല്ലാ വണ്ടിയിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക, ലാസ്റ്റ് തന്നെ ഞാൻ ചെയ്യുള്ളൂ. ബാക്കി ഗ്രീന് ചെറിയ ടച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സിൽവർ കംപ്ലീറ്റ് അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും നമുക്ക് 3, 2, 5 വണ്ടിയാണ് നമുക്ക് ഇന്ന് നാളേക്കും മറ്റന്നാളും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കാനുള്ളത്. അതിൻ്റെ വർക്ക് പ്രോസസ്സിങ് നടക്കുന്നത്. ഈ വണ്ടി ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോൾ നല്ല പണിയുണ്ട് കേട്ടോ. വർക്ക് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ച് പോളിഷ് അടിച്ച് ഒരുപാട് പണി പറഞ്ഞാൽ ഒരുപാട് പണി. ഒരു 4 ആൾ ഒരു 10 ദിവസം നിന്ന് പണിതാൽ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം നല്ലോണം വർക്കുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി തരുന്നവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ രാവും പകലും ഇല്ലാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ശനിയാഴ്ച ഇന്നലെയൊക്കെ പോകുമ്പോൾ 12-1 മണിയൊക്കെ ആയി കംപ്ലീറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ. പിന്നെ ഇന്നും അതുപോലെ ഞായറാഴ്ച സൺഡേ ആണ്, നമുക്കൊന്ന് പുറത്ത് പോകാനോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് വണ്ടി ഏറ്റെടുത്ത വണ്ടികൾ പക്കയായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത വർക്കും എടുക്കുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യമുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ഇപ്പോൾ എടുത്ത് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ബെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പെട്രോൾ വണ്ടി കേട്ടോ, ഇന്നോവ പെട്രോൾ വണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നാണ്. വണ്ടി മിസ്സിങ്ങാണ്, നല്ല മിസ്സിങ്ങാണ്. അപ്പോൾ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. സസ്പെൻഷൻ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടി വരുമ്പോൾ. നമ്മൾ അതിൻ്റെ ഇഗ്നേറ്ററൊക്കെ മാറി ഒക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്ക് ഇതിന് സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ് മാത്രം ഒന്ന് മാറാനുണ്ട്. അത് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. അതുപോലെ തന്നെ കോളേജ് മഹാരാഷ്ട്ര വണ്ടിയാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ്. ഒരുപാട് 3-4 മാസമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നു, കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൊണ്ടുവന്നു. അപ്പോൾ എഞ്ചിൻ വർക്ക് ഉണ്ട്, ഇതിനകത്ത് ഡീകംപ്രഷൻ ഉണ്ട്. ഇതിലൊക്കെ ഡസ്റ്റ് കണ്ടില്ല. എപ്പോഴും എയർ ഫിൽറ്റർ പോളിസിൻ്റെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിടണം പറയുന്നത് കാരണം ഇതാണ്. ഇത്രത്തോളം ഡസ്റ്റ് അതിനകത്ത് തൊട്ട് നോക്കിയാൽ മണ്ണായിരിക്കും, പൂഴി നല്ല നെയ്സ് മണലായിരിക്കും അത്. അല്ലാതെ കാർബൺ ഡെപ്പോസിൻ്റെ കാര്യമാണ്, നെയ്സ് മണലാണ് സാധനം അതിൽ വരുന്നത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഇതിൽ ഡീകംപ്രഷൻ ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ വർക്ക് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ സെയിം വണ്ടിയുടെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. അത് മനസ്സിലായി. 2002 മോഡലാണ് വണ്ടി. നമ്മൾ അതേ സിറ്റുവേഷനിലേക്ക് കൊണ്ട് സമയം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 മാസം സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ പണി കഴിഞ്ഞു കയറ്റിക്കൊണ്ടിരിക്കുക ഉണ്ടല്ലോ, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തനി നമുക്ക് വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഇതൊരു വണ്ടി KL8 വണ്ടി ഫുൾ വർക്കാണ്. അപ്പോൾ അതും
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സാറ് പറഞ്ഞത് എല്ലാം ഫുൾ വർക്കാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മെക്കാനിക്കൽ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കിന് പിന്നൊരു ദിവസം വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ടൈം ബെൽറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് മാറുന്നുണ്ട്. നല്ല കംപ്ലീറ്റ് അഴിച്ചിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സൺഡേയിലെ വിശേഷം. സൺഡേ ആയിട്ട് എവിടെയും പോകാനോ അല്ലാന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനൊന്നുമില്ല. വർക്ക് തന്നെ വർക്ക്. ഇതിൻ്റെ ഡോർ പടമൊക്കെ ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം വൃത്തിയായിട്ട്. അതിൻ്റെ വേറെ രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.